രാജ്ഭവനെ RSS ശാഖയാക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിനെ എതിർക്കുമെന്നാണ് ഇപ്പോൾ വീണ്ടും ഒരു പരിപാടി നടത്തുന്നു. രാജ്ഭവൻ നേരത്തെ തീരുമാനം അറിയിച്ചിട്ടുണ്ട് ഭാരതാംബയുമായി ബന്ധപ്പെട്ട് എന്താണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എത്തുന്നു. അദ്ദേഹം പറഞ്ഞത് സിനിമാ താരങ്ങളെയൊക്കെ കുട്ടികൾക്കറിയോ ഭാരതാംബ ആരാണെന്നറിയോ, ഒരു വനിതയുടെ ചിത്രം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് ശരി ആയിരിക്കട്ടെ, പക്ഷേ ഇതിങ്ങനെ രാജ്ഭവനും ഈ കടുംപിടുത്തം തുടരുക, അതിനോട് സർക്കാരും ഇതൊരു ശരിയായ നിലയും അല്ലല്ലോ. എങ്ങനെയെങ്കിലും ഒരു സമവായം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് വേണ്ടത്. എന്താണ് നിലവിൽ ഈ വിവാദങ്ങളിൽ തുടരുന്നതിൽ താങ്കളുടെ അഭിപ്രായം? വിവാദം ആരാ ഉണ്ടാക്കുന്നതാരാണ്? വിവാദം ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ വെക്കുന്നു, അവിടുത്തെ ചടങ്ങുകളിൽ വെക്കുന്നു. അത് ആരെങ്കിലും ഇവിടെ വിവാദം ആ ഒരു സംഭവം അത് രാജ്ഭവന്റെ ഗവർണർ ഡിസ്ക്രിഷണറി പവറാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിന്റെ പേരിൽ ബഹളം വെച്ചതും ഈ വിവാദം ഉണ്ടാക്കിയതും ഒക്കെ ആരാണ്? അപ്പൊ വിവാദം ഉണ്ടാക്കിയവർ തന്നെ വിവാദം അവസാനിപ്പിക്കട്ടെ. ഭാരതാംബയുടെ ചിത്രം അവിടെ വെക്കുക എന്നുള്ളത് രാജ്ഭവന്റെ ഗവർണറുടെ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള ഭാരതാംബയുടെ ചിത്രമുള്ള പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്നുള്ളത് സർക്കാരിന്റെ പൊതു നിലപാടാണ്, അവരുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. അതിലെങ്ങനെയാണ് ആരാണ് ഇന്നാൾ വിവാദം ഉണ്ടാക്കുമെന്ന് പറയാൻ കഴിയുമോ? ആയിക്കോട്ടെ, അവർ ചെയ്തോട്ടെ, ആർക്കും ഭേദം. അവർക്ക് അതിനകത്ത് കയറാൻ വയ്യെങ്കിൽ വരണ്ട. അങ്ങനെയല്ലോ ശ്രീ ശാവപ്രസാദ്. ഇപ്പോ ആ പരിസ്ഥിതി ദിനത്തിലെ കാര്യം അറിയാം. രാജ്ഭവൻ പറയുന്നത് ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയെ വയ്ക്കാൻ തയ്യാറായിരുന്നു. അപ്പോഴും കൃഷി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല സമീപനം ഉണ്ടായില്ല എന്നാണ്. അങ്ങനെ ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയെ വയ്ക്കാൻ തയ്യാറായിട്ടുള്ള രാജ്ഭവൻ എന്തുകൊണ്ട് അത് തുടരുന്നില്ല, പകരം കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ വയ്ക്കൂ എന്നൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്? ഇത് എല്ലാവരെയും സ്വീകാര്യമായ എന്ന നിലയ്ക്ക് രാജ്ഭവൻ പോകുന്നതല്ലേ കുറച്ചുകൂടി ഉചിതം? അതായത് ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയെ പോലും ഇവർക്ക് അംഗീകരിക്കാൻ മടിയാണ്, അവർക്ക് വയ്യ, വേണ്ടെന്നായി. എന്നാ പിന്നെ എന്തിനാ ഇതൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് പോകുന്നത് രാജ്ഭവനിലോട്ട്? രാജ്ഭവൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അത് പറഞ്ഞിട്ടുമുണ്ട്, അതിൻ്റെ അകത്ത് മാറ്റം ഉണ്ടാകാൻ പോകുന്നുമില്ല. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് പോകുന്നത്? ഇതേ എവിടെ നടക്കുള്ളൂ എന്നറിയാം. അപ്പൊ വിവാദം ഉണ്ടാക്കുന്നത് ആരാണ്? പക്ഷേ രാജ്ഭവൻ സർക്കാർ അതൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇപ്പോ കുട്ടികളുടെ പരിപാടിയാണ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളുടെ പരിപാടിയാണ്. അത് വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ അതിലൊരു വിവാദത്തിന്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കാരണമാകുന്ന സംഭവങ്ങളെ മാറ്റിവെക്കാം. അങ്ങനെയെങ്കിൽ ഈ വിവാദം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമല്ലോ. അപ്പൊ രാജ്ഭവനും അങ്ങനെ ഒരു ശ്രദ്ധ അതിൽ എടുക്കുന്നതിൽ തെറ്റുണ്ടോ? അല്ല, ഇവരുടെ ഏറ്റവും വലിയ ഇവിടെ രാജ്ഭവനും വേണ്ട, ഗവർണറും വേണ്ട എന്നുള്ളതാണല്ലോ ഇവരുടെ നിലപാട്. എന്നാ പിന്നെ അവരുടെ നിലപാട് അതാണ്. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി ഇവര് വേണ്ട എന്ന് പറയുന്നത് ഒക്കെ അങ്ങ് വേണ്ടെന്ന് വെച്ച് കീഴടങ്ങാനാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ, അതല്ലല്ലോ. അതിന് സൗകര്യപ്പെടാൻ എന്തായാലും നടക്കുന്ന കാര്യമല്ലോ. ഇവര് പറയുന്ന ഇവർക്ക് ഗവർണർ എന്ന് പറയുന്ന അനാവശ്യമാണ്, അനാവശ്യ ചെലവാണ്, രാജ്ഭവൻ വേണ്ട, നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഭയങ്കര ഭീകര വർഗീയവാദി സർക്കാരാണ്, അവര് വേണ്ട, സുപ്രീം കോടതി ശരിയല്ല, സുപ്രീം കോടതി വേണ്ട, ഇങ്ങനൊക്കെ ഈ നാട്ടിൽ നടക്കുമോ? അപ്പൊ ഇവര് വേണ്ട എന്ന് പറയുന്നതൊക്കെ വിവാദം ഒഴിവാക്കാൻ വേണ്ടിട്ട് വേണ്ടെന്ന് വെക്കാനാണെങ്കിൽ ഈ രാജ്യം ഇവരുടെ നിലപാടനുസരിച്ച് എന്താ പണ്ടത്തെ പോലെ. ഇപ്പോൾ രാജ്ഭവൻ ഈ പ്രോട്ടോകോൾ പാലിക്കേണ്ട പരിപാടികളിൽ നിന്നൊക്കെ ഈ ഭാരതാംബയുടെ ചിത്രം മാറ്റാം അതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഭരണഘടന അനുശാസിക്കുന്നില്ല എന്ന് രാജ്ഭവന് തന്നെ ബോധ്യമുള്ളത് കൊണ്ടല്ലേ അത്? എന്താ ഞാൻ കേട്ടില്ല. അതായത് പ്രോട്ടോകോൾ പാലിക്കേണ്ട ചടങ്ങുകളുണ്ട്. ഇപ്പൊ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഉദാഹരണത്തിന്. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളിൽ കൃത്യമായി രാജ്ഭവൻ പാലിക്കേണ്ട പ്രോട്ടോകോൾ ഉള്ള പരിപാടികളിൽ ഈ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല, അതിന് പുഷ്പാർച്ചന നടത്തേണ്ട എന്ന് രാജ്ഭവൻ പറയുന്നുണ്ട്. അപ്പോൾ ഭരണഘടന അനുശാസിക്കുന്നില്ല ഈ ഭാരതാംബ, ആ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ എന്ന ബോധ്യം അവിടെ ഇല്ലേ? അല്ല, ഈ ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ടോ? വെക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ടോ? വെക്കണമെന്നുമില്ല, വെക്കണ്ടെന്നുമില്ല. അപ്പം അവരുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതിന്റെ അകത്ത്, അത് തന്നെ കാര്യം. ശരി, വളരെയധികം നന്ദി ശ്രീ ഷാബു പ്രസാദ് സംസാരിച്ചത്.